പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഈ പ്രഭാതവേള എങ്ങനെയുണ്ട്? രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കുന്നു. ഓരോ പുതിയ ദിവസത്തിനുമുള്ള കൃപ നമുക്ക് തന്ന് ദൈവം വഴി നടത്തുന്നു. ദൈവത്തിന്റെ കൃപ താങ്ങുന്നതുകൊണ്ട് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യം തടസ്സപ്പെട്ടാലും ദൈവം കൂടെ നിന്ന് ജയം തന്ന് വഴി നടത്തും. പിന്നെന്തിന് നിങ്ങൾ ഭയപ്പെടുന്നു? ഭയപ്പെടാൻ പാടില്ല. ഇതെന്താ ഒരു കുതിരയുടെ പ്രതിമ എന്ന് ചിന്തിക്കുകയാണോ? വേദപുസ്തകത്തിൽ ഒരു വചനമുണ്ട്, യുദ്ധത്തിന് യോജിച്ച കുതിരയായി ദൈവം നിന്നെ മാറ്റും എന്ന്. അതോർമ്മിപ്പിക്കാനാണിത്. കുതിരയെക്കുറിച്ച് 6 കാര്യങ്ങൾ വേദവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വേദവാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ഉണർവിനായി യുദ്ധക്കുതിരകളെപ്പോലെ പ്രവർത്തിക്കണം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഒരു കുതിരയെ ഉണ്ടാക്കിയ ആ വചനങ്ങൾ എഴുതിയിരിക്കുന്നത്. ശരി, ഇത് നമ്മുടെ ദൈവത്തിൻ്റെ കൂടാരത്തിലുള്ള ഏലിം എന്ന തോട്ടത്തിൽ ജനങ്ങൾക്ക് താമസിക്കാനും യോഗങ്ങൾ നടത്താനുമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് ഇതുള്ളത്. ഇത് നിങ്ങൾ കണ്ട് ഈ വചനങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കാം. ശരി, ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാക്യം എന്താണെന്നറിയണം അല്ലേ? 118 സങ്കീർത്തനം 15 വാക്യം. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ജയത്തിന്റെ ഘോഷം. കരയുന്ന ശബ്ദം കേൾക്കാറുണ്ട്. ചിലർ കരഞ്ഞുകൊണ്ടേയിരിക്കും. ചിലർ പിറുപിറുക്കുന്ന ശബ്ദം കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ നടക്കുന്നേ ഇങ്ങനെ നടക്കുന്നേ എന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടേയിരിക്കും. നിരാശയുടെ ശബ്ദം. എന്തൊക്കെയുണ്ടായിട്ടും എന്ത് പ്രയോജനം എന്ന് വിരക്തിയോടെ സംസാരിക്കുന്ന ശബ്ദം. ജയഘോഷമെന്നാൽ സന്തോഷത്തിന്റെ ശബ്ദം, ആഹ്ലാദത്തിന്റെ ശബ്ദം. ഈ ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ശബ്ദം രക്ഷയുടെ സന്തോഷത്തിന്റെ ശബ്ദമാണ്. രക്ഷ എന്നത് കർത്താവായ യേശുവിനാൽ രക്ഷിക്കപ്പെട്ട ഒരനുഭവമാണ്. പാപം ക്ഷമിക്കപ്പെട്ട ഒരു അനുഭവമാണ് രക്ഷ എന്നത്. ആ സന്തോഷം, ആ ആഹ്ലാദത്തിന്റെ ജയഘോഷം എപ്പോഴാണ് ഉണ്ടാവുക? രക്ഷിക്കപ്പെടുമ്പോഴാണ് ഉണ്ടാവുക. ആരുടെ വീട്ടിൽ? നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ, നീതിമാന്മാരുടെ വീടുകളിൽ. ഒരു പാപിയുടെ വീട്ടിൽ രക്ഷയുടെ ശബ്ദം ഉണ്ടാവുകയില്ല. അവിടെ വഴക്കിന്റെ ശബ്ദമുണ്ടാകും, പിറുപിറുക്കലിന്റെ ശബ്ദമുണ്ടാകും. അവിടെ എന്നും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ശബ്ദമുണ്ടാകും. എന്നാൽ നീതിമാന്മാരുടെ വീടുകളിൽ ജയഘോഷമുണ്ടാകും. നിങ്ങൾ നീതിമാനായിരിക്കുന്നുവോ? ഞാൻ നീതിമാനാണെന്ന് എങ്ങനെ പറയും എന്ന് ചോദിക്കുകയാണോ? ഒരു പ്രയാസവുമില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നീതിമാന്മാർ. പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരാണ് നീതിമാന്മാർ എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ യേശുവെ, എന്റെ പാപത്തെ ക്ഷമിക്കണമേ, എന്റെ കൂടെ ഇരിക്കണമേ എന്ന് യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നീതിമാന്മാരാകുന്നു. അപ്പോൾ നിങ്ങൾ നീതിമാന്മാരല്ലേ? ധൈര്യമായി പറയൂ, കർത്താവെ, അങ്ങെന്നെ നീതിമാനാക്കിയിരിക്കുന്നതിന് സ്തോത്രം എന്ന് നിങ്ങൾ പറയണം. ഇത് കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഭാഗ്യമാണ്. കുറവുകളുണ്ടാകും, ബലഹീനതകളുണ്ടാകും. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ നീതിമാന്മാരാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും നീതിമാന്മാരാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ നീതിമാന്മാരായി നടക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നീതി കാണപ്പെടണം. അനീതിയുള്ള കാര്യങ്ങൾ പറയരുത്, പ്രവർത്തിക്കുകയും അരുത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗംഭീരമായ സന്തോഷത്തിന്റെ ജയഘോഷമുണ്ടാകും. ആ ശബ്ദം നിങ്ങളുടെ വീട്ടിലുണ്ടോ? രാവിലെ എഴുന്നേറ്റാൽ പാട്ടിന്റെ ശബ്ദം, സ്തുതിയുടെ ശബ്ദം, ദൈവത്തെ ജയഘോഷത്തോടെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ വഴക്കും പ്രശ്നങ്ങളും മാത്രം കേൾക്കുകയാണെങ്കിൽ അത് ശരിയല്ല. നിങ്ങളുടെ വീട്ടിൽ കർത്താവിന്റെ രക്ഷയുടെ സന്തോഷം ഉണ്ടാവണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിൽ അങ്ങെന്നെ രക്ഷിച്ച് നീതിമാനാക്കിയതിന് സ്തോത്രം. എന്റെ വീട്ടിൽ രക്ഷയുടെ ജയഘോഷവും സന്തോഷത്തിന്റെ ശബ്ദവും ഉണ്ടാവണം. എന്റെ വീട്ടിലുള്ള കരച്ചിലിന്റെ ശബ്ദം, എന്റെ വീട്ടിലുള്ള പിറുപിറുക്കലിന്റെ ശബ്ദം, വഴക്കിന്റെ ശബ്ദം ഇവയെല്ലാം മാറി എന്റെ വീടെപ്പോഴും സന്തോഷത്തോടെയും ഉല്ലാസത്തോടെയും കാണപ്പെടാനായി അനുഗ്രഹിക്കണേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ